നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയുവാൻ പോകുന്ന വിഷയം ദിലീപും ബാലചന്ദ്രകുമാറും പിന്നെ അനിവാര്യമായ വിധിയും. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു എളിയ അഭ്യർത്ഥന. നിങ്ങൾ ഈ ചാനൽ കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ മുതൽക്കൂട്ടാവും. ഓക്കെ, ഇനി വിഷയത്തിലേക്ക് കിടക്കാം. ദിലീപും ബാലചന്ദ്രകുമാറും പിന്നെ അനിവാര്യമായ വിധിയും. സംവിധായകൻ ബാലചന്ദ്രകുമാർ അന്തരിച്ചു. ഒരു ഞെട്ടലോടെയാണ് ഞാൻ ആ വാർത്ത ശ്രവിക്കുന്നത്. ഒടുവിൽ അനിവാര്യമായ വിധി സംഭവിച്ചിരിക്കുന്നു. ബാലചന്ദ്രകുമാറിനെ നമുക്കറിയാം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന വ്യക്തി. ചാനലുകൾ അദ്ദേഹത്തെ വെച്ച് ഒരുപാട് കാശുണ്ടാക്കിയിട്ടുണ്ട്. കൗബോയ് എന്നൊരു പടം ചെയ്തതിന് ശേഷം അദ്ദേഹം തൻ്റെ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ പണിപ്പുരയിലേക്ക് കടക്കുന്നു. പിക് പോക്കറ്റ് എന്ന് നാമകരണം ചെയ്ത ചിത്രത്തിൻ്റെ വിഷയം നടൻ ദിലീപിന് ഇഷ്ടപ്പെടുകയും അദ്ദേഹം ആ ചിത്രം ബാലചന്ദ്രകുമാറിൻ്റെ സംവിധാനത്തിൽ ഉടൻ തുടങ്ങാമെന്ന് അറിയിക്കുകയും ചെയ്തു. ചിത്രത്തിൻ്റെ ലൊക്കേഷൻ കാണൽ, ചർച്ചകൾ എല്ലാം തകൃതിയായി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ എന്തോ പടം ഷൂട്ടിംഗ് തുടങ്ങുവാൻ കഴിയുന്നില്ല. തൽക്കാലം ഈ പടം പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞ് ദിലീപ് പുതിയ പ്രൊജക്റ്റിലേക്ക് കടന്നതോടെ ബാലചന്ദ്രകുമാർ പ്രകോപിതനാകുന്നു. പിന്നീട് നടന്ന വിഷയങ്ങൾ നമുക്ക് അറിവുള്ളതാണല്ലോ. ഒരു സെലിബ്രിറ്റിയായ മനുഷ്യനെ എങ്ങനെയൊക്കെ തേജോവധം ചെയ്ത് ദ്രോഹിക്കാമെന്ന് പകപൂത്ത ബാലചന്ദ്രകുമാർ നമുക്ക് കാണിച്ചു തരുന്നു. ദിലീപിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അദ്ദേഹം ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ദിലീപിൻ്റെ അടുക്കളയിലും എന്തിന് ബെഡ്റൂമിൽ വരെ കടന്നു ചെല്ലുവാനുള്ള അനുവാദം ദിലീപ് ബാലചന്ദ്രകുമാറിന് കൊടുത്തിരുന്നുവെന്ന് പ്രത്യേകം ഓർക്കണം. ആ സ്വാതന്ത്ര്യം ബാലചന്ദ്രകുമാർ ശരിക്ക് വിനിയോഗിക്കുന്നു. ദിലീപ് അറിയാതെ ദിലീപിനെ മോശമാക്കുന്ന രീതിയിൽ പല രഹസ്യ വീഡിയോകളും അദ്ദേഹം പകർത്തിക്കൊണ്ടിരുന്നു. ഈ വീഡിയോകൾ വെച്ച് ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് നല്ലൊരു സംഖ്യ ദിലീപിൽ നിന്ന് അടിച്ചെടുക്കുകയാണ് ബാലചന്ദ്രകുമാറിൻ്റെ ഉദ്ദേശശക്തിയെന്ന് പകൽ പോലെ വ്യക്തമാണ്. വിശ്വസിച്ച് കൂടെ നിന്നയാൾ പിന്നിൽ നിന്ന് കുത്തുമ്പോൾ ആരായാലും ഒന്ന് പതറിപ്പോകും. അതുതന്നെയാണ് നടൻ ദിലീപിനും സംഭവിച്ചത്. ഇതൊക്കെ പഴയ കഥ. മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് മോശം പറയരുതെന്നാണല്ലോ. പക്ഷേ പറയാതെ വയ്യ. ദിലീപിനെ ദ്രോഹിച്ച ബാലചന്ദ്രകുമാറിൻ്റെ അവസ്ഥ എല്ലാവർക്കും ഒരു പാഠപുസ്തകമാണ്. ദൈവം അദ്ദേഹത്തിനായി കരുതി വെച്ച അനിവാര്യമായ വിധി എത്ര ക്രൂരമാണെന്ന് നോക്കി. പയറുപോലെ നടന്നിരുന്ന ബാലചന്ദ്രകുമാർ പൊടുന്നനെ രോഗബാധിതനാകുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വൃക്ക തകരാറിലാകുന്നു, പിന്നെ രണ്ടാമത്തെ വൃക്കയും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് ബാലചന്ദ്രകുമാർ നട്ടം തിരികെയാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ അറിയാവുന്ന സിനിമാക്കാർ പലരും ഈ ദയനീയാവസ്ഥയിലും അദ്ദേഹത്തെ സഹായിക്കുവാൻ തയ്യാറാവുന്നില്ല. ശാന്തിവിള ദിനേശിനെ പോലുള്ള ചില യൂട്യൂബർമാർ സഹായഹസ്തവുമായി മുന്നോട്ട് വന്നെങ്കിലും അതും ഫലം കാണുന്നില്ല. ഇതിനിടയിൽ ബാലചന്ദ്രകുമാറിന് അതിശക്തമായ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. ഒരു മനുഷ്യൻ തകർന്ന് തരിപ്പണമാകുവാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? ഒടുവിൽ
അനിവാര്യമായ വിധിക്ക് കീഴടങ്ങി ബാലചന്ദ്രകുമാറും മരണമടയുന്നു. ഇതിനിടയിൽ ബാലചന്ദ്രകുമാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പലരും നടൻ ദിലീപിൻ്റെ പച്ച ചോര കുടിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരു ചുക്കും സംഭവിക്കില്ല എന്നോർക്കണം. ദൈവത്തിൻ്റെ അദർശകരങ്ങൾ അദ്ദേഹത്തെ ശക്തമായി പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിലുള്ള വിധി എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നടി ആക്രമിക്കപ്പെട്ട കേസിലുള്ള അന്തിമ വിധി എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.